ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാത്തിമ അജ്മൽ വ്ലോഗ്സ്. ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർക്കാരുടെ സ്വന്തം കണ്ണൂർ കോക്ടെയിൽ കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടെന്നേ. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അതിൽ ഒരുപാട് പേരും എന്നോട് ചോദിച്ചത് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമെന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാന്ന്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? നമുക്കിതിന് ആവശ്യമായ സാധനങ്ങള് 2 ക്യാരറ്റ്, ഒരു പപ്പായ, പിന്നീട് ഒരു മാതളം. നമുക്ക് ഇവരെ 3 പേരെ നന്നായി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കാം. ശേഷം നന്നായിട്ട് കുഞ്ഞായി ഇവരെ അരിഞ്ഞെടുക്കാം. ആദ്യം നമ്മുടെ ക്യാരറ്റ് കുഞ്ഞായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പപ്പായയും അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നീട് മാതളവും പൊളിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുള്ളിക്കാരനെ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് കുട്ടൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരനെ ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ അതിലേക്ക് ഇടുക. പിന്നീട് നമ്മുടെ തണുത്ത ക്യാരറ്റും ഇട്ട്, പിന്നീട് ഒരു 3-4 കാഷ്യൂ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ശേഷം ആവശ്യത്തിന് നമുക്ക് മധുരവും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ചേർത്തത് ഒരു 1/2 കപ്പ് പാലാട്ടോ. പിന്നീട് 1 സ്പൂൺ വാനില ഐസ്ക്രീമും. ഇവരെല്ലാരെയും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഇനി നമ്മുടെ സ്ഥിരം പരിപാടിയായ അലങ്കാര പണികൾ ചെയ്യാല്ലേ. ഒരു ഗ്ലാസ് എടുക്കാം. നമ്മുടെ മെയിൻ താരമായ ഐസിനെ അതിലേക്ക് ഇടുക. ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇടാട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊമഗ്രാനറ്റ്. ഇത്രയും ഐറ്റം ഇട്ടതിന് ശേഷം 1 സ്പൂൺ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് പുള്ളിക്കാരനെ നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി ആയെന്നേ. അടിപൊളി ടേസ്റ്റ്. ഇതുവരെ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണെന്നേ. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാനും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം അടുത്തൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കൂ കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.